ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ശിവാഞ്ജലിയുടെ ഒരു പുതുപുത്ത വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശിവൻ കൈ കഴുകിയിട്ട് അത്താഴം കഴിക്കാനായിട്ട് വരുവാണ്. അപ്പോൾ അഞ്ചു ഉണ്ട്, ദേവേച്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ ശിവനിരുന്നപ്പോഴത്തേനും നീയും ഇരിക്കടി എന്ന് പറഞ്ഞ് അഞ്ജുവിനെയും പിടിച്ചിരുത്തി. അപ്പോഴേക്കും നമ്മുടെ കണ്ണനും വന്നു കേട്ടോ. അപ്പോൾ കണ്ണൻ വന്നു, കൈ കഴുകി, എന്നിട്ട് അത്താഴം കഴിക്കാൻ ഇരുന്നപ്പോഴത്തേനും ദേവേച്ചി പതുക്കെ പറഞ്ഞു, ദേ കണ്ണ, ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഇരുന്ന് ഈ അത്താഴത്തിന് മുന്നിലിരുന്ന് പലരും പല കാര്യങ്ങളും സംസാരിക്കും. അതിനിടയ്ക്ക് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ദേഷ്യപ്പെട്ട് അത്താഴത്തിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോവരുത്, മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. മുമ്പൊന്നും നിന്നിൽ നിന്ന് കണ്ടിട്ടില്ലാത്ത ഒരു ശീലമാണ് ഇപ്പം ചെന്നൈയിൽ നിന്ന് വന്നതിന് ശേഷം നീ കാണിക്കുന്നത്. അതുകൊണ്ട് പലതവണ ഞാൻ പറയണ്ട എന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ ഇപ്പം പറയാതിരിക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാനതങ്ങ് പറയാം. അന്നത്തിൻ്റെ മുൻപിൽ നിന്ന് അത് നിഷേധിച്ചിട്ട് എഴുന്നേറ്റ് പോവരുത്. പിന്നെ അങ്ങനെ നിഷേധിച്ച് എഴുന്നേറ്റ് പോയാൽ നാളെ ഒരിക്കൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് നീ കരയേണ്ടി വരും. അത് നീ മനസ്സിലാക്കണം കേട്ടോ കണ്ണ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ബാലേട്ടനും എത്തി. ബാലേട്ടൻ എത്തിയപ്പോഴത്തേനും അല്ല ഹരിയും അപ്പവും വന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, വന്നില്ല, എന്നാൽ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് ദേവി ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അങ്ങനെ എന്താ പറയുക, വെഞ്ചാമ്പരവും വീശി പിന്നെ താലപ്പൊലി എടുത്തുകൊണ്ട് വരാനായിട്ട് വയ്യ എന്നാണല്ലോ വലിയടത്തി പറഞ്ഞിരുന്നത് എന്ന് ശിവൻ ഇങ്ങനെ ചോദിക്കുക. അതൊന്നും അത്ര വലിയ കാര്യമാക്കേണ്ട ശിവ. പിന്നെ പെട്ടെന്നുള്ള സങ്കടം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി അതിൽ തന്നെ ഇങ്ങനെ വാശി പിടിച്ച് കടിച്ചു തൂങ്ങിക്കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷേങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ വലിയേട്ടാ എന്ന് ചോദിച്ചു ശിവൻ. താൻ ചെല്ല് ദേവി, എന്നിട്ട് ഞാൻ കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി അങ്ങോട്ടേക്ക് പോവാണ്. ഭയങ്കര സന്തോഷത്തിലാട്ടോ ദേവിയുടെ മുഖമൊക്കെ തെളിഞ്ഞാൽ നിൽക്കണത്. അല്ല, ദേവേച്ചി ചെന്ന് വിളിച്ചാലൊന്നും അപ്പു വരുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് അഞ്ജു പറഞ്ഞു. നിന്റെ സഹോദരനോട് 7 അല്ല 70 വട്ടം ക്ഷമിക്കണം എന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ദേവി വിളിച്ചിട്ട് വന്നില്ല എങ്കിൽ ഞാൻ ചെന്ന് വിളിക്കും, അത്ര തന്നെ. അല്ല, വലിയേട്ടൻ പലപ്പോഴും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള ചില വാചകങ്ങളൊക്കെ തട്ടിവിടാറുണ്ടല്ലോ, അതെന്താ? ഇതൊക്കെ ബൈബിളിൽ തന്നെ ഉള്ളത് തന്നെയാണോ വലിയേട്ട എന്ന് ചോദിച്ചു അഞ്ജു. ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ആൻ്റണി മാഷ് ക്ലാസ്സിൽ പറയാറുള്ള വചനങ്ങളാ മോളെ എന്ന് പറഞ്ഞു. ഈ വക വാചനങ്ങളും ഒക്കെ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ ഓർമ്മ വെച്ച കാലം മുതൽ വല്യേട്ടൻ്റെ ഉപദേശം കേൾക്കേണ്ടി വന്നത് എന്ന് കണ്ണൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവർ ചിരിച്ചു. ഇവൻ അവകാശപ്പെട്ടതും അതിൽ കൂടുതൽ കിട്ടാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുതൽ ഇവൻ്റെ മസലപിടുത്തമൊക്കെ അയഞ്ഞു തുടങ്ങി കേട്ടോ വലിയേട്ട എന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ണൻ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. ചിരിക്കണോ വേണ്ടോ എന്നൊക്കെ അത് ആലോചിച്ചു. പിന്നെ മസിൽ വിട്ടേക്കാം എന്ന് കരുതി. അപ്പോൾ ദേവി ചെന്ന് അപ്പുവിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ നേരെ അപ്പു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുമ്പോൾ മനസ്സിലുള്ളത് മറച്ചു വെക്കാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വരും. അത് വെറുതെ ഇനി അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായി എന്ന് തോന്നും. എനിക്ക് മനസ്സിലുള്ളത് മൂടിക്കെട്ടി വെക്കാനായിട്ട് ഞാൻ ശീലിച്ചിട്ടില്ല, അതാ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയേണ്ട കാര്യം എന്താ എന്ന് ചോദിച്ചു ഹരി. ഒരുമിച്ചിരിക്കുന്ന അത്താഴം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? മമ്മിക്ക് വേണമെങ്കിൽ കഴിക്കണ്ട, നമുക്ക് പോകണ്ടാടി എന്ന് പറഞ്ഞു ദേവൂട്ടി എന്ന് വിളിച്ചു. ഇതിൻ്റെ പേരിൽ വെറുതെ ദേവൂട്ടിയെ ശാസിക്കണ്ട എൻ്റെ അപ്പോ. അത്താഴം കഴിക്കാൻ വന്നപ്പോൾ നിങ്ങളെ മാത്രം കാണാത്തത് കൊണ്ട് ബാലേട്ടൻ വിളിക്കാൻ പറഞ്ഞു, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓഹോ, അപ്പോൾ ബാലേട്ടന് മാത്രം താല്പര്യം കൊണ്ട് വിളിക്കാൻ വന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു കുറ്റം കണ്ടെത്തി. അല്ലാതെ ഞങ്ങൾ അത്താഴം കഴിക്കാൻ പറഞ്ഞോന്ന് ദേവേടത്തേക്ക് ഒരു താല്പര്യം തോന്നിയതല്ല എന്നർത്ഥം. അയ്യോ, ഞാൻ പറഞ്ഞതിന് അങ്ങനൊരു അർത്ഥം നിനക്ക് തോന്നിയോ? അപ്പോൾ സോറി, അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല എന്ന് ദേവി ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും ബാലേട്ടനും എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വന്നു. ഇവരെ കാണാത്തത് കൊണ്ടാണ് ബാലൻ അങ്ങോട്ടേക്ക് വന്നത്. എന്താ ദേവി, താൻ വിളിച്ചിട്ട് അപ്പു വരാൻ കൂട്ടാക്കുന്നില്ലേ, അതാണോ പ്രശ്നം എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല ബാലേട്ട എന്ന് ഉടനെ ഹരി അങ്ങനെ പറഞ്ഞു കേട്ടോ. നിങ്ങളായിട്ട് എന്തെങ്കിലും പറഞ്ഞതോ പ്രവർത്തിച്ചതോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു ബാലേട്ടൻ. പിന്നെ ഇനി പ്രത്യേകിച്ച് അപ്പുവിനോടാട്ടോ പറയണത് എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടുമില്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പിന്നെ നിങ്ങളിവിടെ ഉണ്ടായിട്ട് ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കാൻ വരാത്തതിൽ ഒരു വിഷമം തോന്നി, അതാ ഞാൻ ദേവിയോട് വിളിക്കാൻ പറഞ്ഞത്. അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ടാ എന്ന് പറഞ്ഞു. അപ്പം ഹരി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അല്ല, ദേവൂട്ടിയെയും കൂട്ടി നിങ്ങൾ 2 പേരും അത്താഴം കഴിക്കാൻ വരണം. എന്താ? വരാൻ ബാലേട്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഹരി വാ ദേവി എന്ന് പറഞ്ഞ് ദേവിയും കൂട്ടിക്കൊണ്ട് ബാലേട്ടൻ അങ്ങോട്ടേക്ക് അങ്ങ് പോയി കേട്ടോ. അപ്പം അപ്പു ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പുവിന് ആകെ എന്തോ പോലെ ആയിപ്പോയി. എന്താ പറയേണ്ടത്, അങ്ങനെ വന്ന് പറയും എന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ കണ്ണൻ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ അഞ്ചുവും നമ്മുടെ ശിവനെ നോക്കിയിരിക്കുക.
അല്ല വലിയേടത്തി വിളിച്ചിട്ടും വന്നില്ലേ അപ്പു ഇടത്തെയും. ഹരി കൂട്ടിക്കൊണ്ട് വരും ശിവ, നിങ്ങൾ കഴിച്ചു തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അവർ വന്നോളും. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഇതേ വിളമ്പിക്ക് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഹരിയും നമ്മുടെ അപ്പവും അവരെല്ലാവരും കൂടെ വന്നു കേട്ടോ. എന്നാൽ അപ്പു നീ ഇവിടെ കൈ കഴുകിയിട്ടിരുന്നോ അപ്പു എന്ന് പറഞ്ഞു. അയ്യോ വേണ്ട, നമുക്ക് ഒരുമിച്ചിരിക്കാൻ ദേവേടത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഹരി വന്നപ്പോഴത്തേനും എന്നാൽ ഹരിക്ക് വിളമ്പി കൊടുക്കുമോളെ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഹരിക്ക് വിളമ്പിക്ക് കൊടുത്തു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം ഇങ്ങനെ ദേവുട്ടി പറയുകയാണ്, അമ്മേ എനിക്ക് അമ്മ വാരി തന്നാൽ മതി എന്ന് ദേവുട്ടി പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആകെ ഒരു പെട്ടെന്ന് ഡള്ളായിപ്പോയി. ഇനി അപ്പോൾ എന്താ പറയുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ദേവേടത്തി പതുക്കെ ചോദിക്കുകയാണ്, ദേവുട്ടിക്ക് ഞാൻ വാരി കൊടുത്തോട്ടെ അപ്പോ എന്ന് ചോദിച്ചു. വാരി കൊടുത്തോ ദേവേടത്തി എന്ന് അപ്പു പറഞ്ഞു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ദേവുട്ടിക്ക് നമ്മുടെ ദേവി ഇങ്ങനെ വാരി കൊടുക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലനും സന്തോഷമായിട്ടോ. ആ പരിഭവവും പിണക്കവും ഒക്കെ മാറിയല്ലോ എന്ന് ഓർത്തപ്പോഴത്തേനും ബാലൻ്റെ ഉള്ളിലും എവിടെയോ ഒരു സന്തോഷം അലതള്ളി വരുന്നത് കാണാമായിരുന്നു. ഇതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ മറക്കണമെങ്കിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പരസ്പരം സംസാരിച്ച് മനസ്സിലെ സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞു തീർക്കണം മക്കളെ എന്ന് പറഞ്ഞു. എടാ കണ്ണാ, നീ എന്താടാ മിണ്ടാതിരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ പറയടാ എന്ന് പറഞ്ഞു. അയ്യോ ഞാൻ പ്രത്യേകിച്ച് എന്ത് പറയാനാ വലിയേട്ടാ, ഇപ്പോൾ ഉണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും പറയാൻ തന്നെ എനിക്ക് പേടിയാ എന്ന് കണ്ണൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ശിവേട്ടൻ പറഞ്ഞതുപോലെ നീ ആദ്യം നിൻ്റെ ഈ മസിൽ പിടുത്തം ഒന്ന് അയച്ചിട്ട് സംസാരിക്കാം, അപ്പം തന്നെ ഇവിടെ എല്ലാവർക്കും ഒരാശ്വാസം തന്നെയാകും, അത് നീ മനസ്സിലാക്കാദ്യം എന്ന് പറഞ്ഞു. അതെ അല്ലെങ്കിലും ഈ മസിൽ പിടുത്തവും കീരിക്കാടൻ വേഷമൊന്നും നിനക്ക് ചേരില്ല എൻ്റെ കണ്ണ എന്ന് പറഞ്ഞു ഹരിയേട്ടൻ. ഇതൊന്ന് മാറ്റിയാൽ തന്നെ നിൻ്റെ പേടി താനെ മാറിക്കോളും, അല്ലെങ്കിൽ തന്നെ നീ അത് ശരിയാകുകയും ചെയ്തോളും എന്ന് പറഞ്ഞു. കണ്ണൻ കൊച്ചനെ ഞാനൊരു പേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ദേവൂട്ടി. ഞാൻ പറയട്ടെ? പറയേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കുക. പറ ദേവൂട്ടി എന്ന് പറഞ്ഞു. കണ്ടം പൂച്ച എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും ഒരു ഒറ്റ ചിരി. അപ്പോൾ കണ്ണൻ്റെയും ബസ്സിൽ പിടുത്തമൊക്കെ താനെ അയഞ്ഞു പോയി കേട്ടോ. കണ്ണനും ചിരി വന്നിട്ട് സഹിക്കാൻ പറ്റിയില്ല ദേവൂട്ടിയുടെ ഈ പറച്ചിൽ കേട്ടോ. എന്നിട്ട് ബാക്കി എല്ലാവരുടെ അപ്പം ഒരുമിച്ചിരുന്ന് സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ദേവിയും ബാലനും ഇങ്ങനെ നോക്കി നിൽക്കണം, എല്ലാവരും ഹാപ്പി ആയല്ലോ എന്നൊക്കെ ഓർത്ത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അഞ്ചു കിച്ചണിലേക്ക് വരുവാണ്. കിച്ചണിലേക്ക് വന്നപ്പോഴത്തേനും കിച്ചണിൽ ഒന്നും എടുത്തിട്ടില്ല. ഇല്ല, ദേവേച്ചി എന്താ വരാത്തത്? ദേവീനെ ഒന്ന് നോക്കി അവസാനം അഞ്ചു നേരെ വന്നിട്ട് നേരെ ചായ ഇടുകയാണ്. അപ്പോഴേക്കും അപ്പു കിച്ചണിലേക്ക് വന്നു കേട്ടോ. അല്ല ദേവേച്ചി എഴുന്നേറ്റില്ലേ എന്ന് ചോദിച്ചു. അല്ല ദേവേച്ചി കണ്ടില്ല, ഇന്നലെ രാത്രി എല്ലാവരുടെ പഴയതുപോലെ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുകയൊക്കെ സന്തോഷിച്ചില്ല. കാലത്തെ ദേവേച്ചി മിക്കവാറും ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവുമെന്നാ തോന്നുന്നത്. എന്നാൽ പിന്നെ വരുമ്പോഴേക്കും ചായ ഇടാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ദേവികുട്ടിക്ക് അത്താഴം കൊടുത്തോട്ടെ എന്ന് ദേവിയടുത്ത് എന്നോട് അനുവാദം ചോദിച്ചപ്പോൾ ഉള്ളിൽ ഒരു വല്ലാത്തൊരു വിഷമം തോന്നി. എന്തായാലും നീ അത് അനുവദിച്ചത് നന്നായി അപ്പു എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അതെല്ലാവർക്കും ഒരു സങ്കടമായി മാറിയേനെ. അപ്പം അത് അഞ്ചും അപ്പും ഇങ്ങനെ നിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ കുടുംബത്തിലെ ആർക്കും ഒരു സമാധാനമായിട്ടും ഒന്നും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. മനസ്സിൽ എന്തോ ഒരു വിങ്ങലായിരുന്നു. എന്താ വലിയൊരു ഭാരം കയറ്റി വെച്ചതുപോലെ ഒരു ഫീലിങ്സ്. സാരമില്ല, ദേവേച്ചി അമ്പലത്തിൽ നിന്ന് വരുമ്പം നീ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം. അതുപോലെ ദേവേച്ചിയുടെ അടുത്ത് ദേവൂട്ടി വരുന്നത് നീ തടയുന്നതൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോ. നീ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു. നീ കരുതുന്നത് പോലെ ദേവേച്ചി ദേവൂട്ടി അമ്മയെന്ന് വിളിച്ച് പിന്നാലെ നടക്കുകയും പിന്നാലെ അമ്മ വേണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുന്നതും അവളുടെ കുട്ടിത്തം കൊണ്ടാ. അത് നീ മനസ്സിലാക്കുക. കുറച്ചുകൂടി വളർന്നാൽ പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ അവൾ തന്നെ നോക്കാൻ തുടങ്ങിയില്ലേ. അത് മാത്രമല്ല, പിന്നെ അപ്പം ചിലപ്പോൾ ഇനി ദേവേച്ചി അവളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുന്നത് പോലും അവളുടെ ദേവൂട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അതെ, ചെറുതായിരുന്നപ്പോൾ ദേവേച്ചിയുടെ സാരിത്തുമ്പിൽ നിന്ന് മാറാതെ തൂങ്ങിപ്പിടിച്ച് നടന്നിരുന്ന ഈ കണ്ണൻ ഇപ്പം കണ്ടോ ദേവേച്ചിയോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരിട്ട് കണ്ടോണ്ടിരിക്കണല്ലേ അപ്പോ എന്ന് ചോദിച്ചു. നീ എന്താ അപ്പോ ഇങ്ങനെ ആലോചിക്കണത്? പറഞ്ഞത് ശരിയാ. ചെറുപ്പത്തിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളെല്ലാം മമ്മി തന്നെ ചെയ്യുമെന്ന് വാശി പിടിക്കുമായിരുന്നു. മമ്മി അമ്മൂൻ്റെ കാര്യം നോക്കുന്നതോ അവളെ താലോലിക്കുന്നതോ ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റിയത് കാര്യമായിരുന്നില്ല. എന്നെക്കാളും അമ്മൂൻ്റെ കാര്യത്തിലാണ് ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. പിന്നെ അത് മാത്രമല്ല, അമ്മൂനെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടുണ്ടല്ലോ, പക്ഷെ വലുതായപ്പം അമ്മൂൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കിയിരുന്നത്. അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്നെ കട്ടിപ്പിടിച്ച് കിടന്നാലേ അവൾക്ക് ഉറക്കം വരണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നീ നേരത്തെ ആലോചിച്ചിരുന്നു എങ്കിൽ
ഇപ്പം ദേവേച്ചിയെ ദേവൂട്ടിയോട് സ്വന്തം അമ്മയെപ്പോലെ പെരുമാറുന്നതിൽ ഒരു ഈഗോയും നിനക്ക് തോന്നില്ലായിരുന്നല്ലോ. സാരമില്ല, ദേവേടത്തെ ക്ഷേത്രത്തിൽ നിന്ന് വരട്ടെ, നീ പറഞ്ഞതുപോലെ ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും പോലെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്തതിന് ഞാൻ സോറി പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പം പറയണ, ദേവിച്ചൂടി മാത്രമല്ല കേട്ടോ, വല്യേട്ടനോടും നീ മാപ്പ് പറയണം. പറഞ്ഞോളാന്ന് ഞാൻ പറഞ്ഞല്ലോ അഞ്ജു. ശരി, എന്നാൽ പിന്നെ നീ മാപ്പ് പറഞ്ഞാൽ തന്നെ ഈ കുടുംബത്തിൻ്റെ പാതി മനസ്സമാധാനക്കേട് കുറഞ്ഞു കിട്ടും അപ്പു എന്ന് പറഞ്ഞു. അല്ല, ഹരിയേട്ടൻ എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റ് വേണം എന്ന് പറഞ്ഞു. എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, ഈ ചായ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ അഞ്ജു ചായ ഒഴിച്ച് അപ്പൂൻ്റെ കയ്യിലേക്ക് കൊടുത്തു വിടുകയാണ്. അപ്പു പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവിച്ച് പറയാനുള്ളത് ശരിയാ, താൻ ഈ പൊട്ടിക്കാളി എവള്. അപ്പം ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവൻ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ പത്രം, ഇതെന്താ വലിയേട്ടൻ ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് ശിവനൊരു തോന്നില്ല. അപ്പോൾ ശിവൻ പത്രം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അഞ്ജു ചായ കൊണ്ട് കൊടുത്തു. അല്ല, ഇതെന്താ അഞ്ജു, വലിയേട്ടനും വലിയേടത്തെയും എഴുന്നേറ്റില്ലേ? സാധാരണ വലിയേടത്തി പത്രം എടുത്ത് അകത്തെ ടീപ്പോയിൽ കൊണ്ടുവയ്ക്കുന്നതായിരുന്നല്ലോ. അല്ല, രണ്ടുപേരും അതിരാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ തൊഴാൻ പോയി എന്നാണ് തോന്നുന്നത്. പാൽക്കാരൻ മണി വന്നപ്പോഴത്തേനും ഇന്ന് പാല് വാങ്ങിയത് ഞാനാ. നീ എന്താ പറഞ്ഞത്? മണിയോട് പാല് വാങ്ങിയത് നീയാണെന്നോ? അതെ ശിവേട്ടാ, പാല് വാങ്ങി വെച്ചതും ചായ ഇട്ടതും ഒക്കെ ഞാൻ തന്നെയാ എന്ന് പറഞ്ഞു. അപ്പോൾ ശിവൻ എന്തോ ഒരു സംശയം. എന്നാലും പാൽക്കാരൻ മണി വരുന്നതിന് മുൻപ് തന്നെ അമ്പലത്തിലേക്ക് പോകേണ്ട കാര്യം എന്താ? എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ശിവേട്ടൻ എന്താ ആലോചിക്കണത്? ഒന്നുമില്ല. വേഗം തന്നെ ശിവൻ എഴുന്നേറ്റു. ഇത് പിടിച്ചേന്ന് പറഞ്ഞ ചായക്കപ്പും കൊടുത്തിട്ട് വേഗം ബാലേട്ടൻ്റെയും ദേവിച്ചിയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ തന്നെ മേശപ്പുറത്തൊരു കത്തിരിക്കുന്നു. അപ്പോൾ വേഗം ചെന്ന് നമ്മുടെ ശിവനെ കത്തെടുത്തു കേട്ടോ. കത്തെടുത്തിട്ട് വേഗം വായിക്കുകയാണ്. സ്നേഹിച്ചവരാൽ അവഗണിക്കപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പിന്നെ അങ്ങനൊരു ജീവിതം വേണ്ട എന്ന് വെക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ്. ദൂരയാത്ര, മടക്കയാത്രയില്ലാത്ത ഒരു നീണ്ട യാത്ര എന്ന് ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. ആരോടും പരിഭവമില്ല, പരാതികളുമില്ല. എല്ലാവർക്കും നല്ലത് മാത്രം വരണം എന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് എന്നും മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു വിങ്ങലായി, ഒരു നൊമ്പരമായി ഒരിക്കലും ആത്മാവിൽ എന്നും ദേവൂട്ടി ഉണ്ടാവും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ശ്രീദേവി എന്ന ഒരു ലെറ്റർ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അഞ്ജു അങ്ങ് വരുന്നത്. എന്താ ശിവേട്ടാ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ശിവൻ കത്ത് കാണിച്ചു കൊടുത്ത് അഞ്ജുവിന് ഷോക്കായി പോയി കേട്ടോ. എന്താ, ഞാൻ സംശയിച്ചതുപോലെ തന്നെ അഞ്ജു സംഭവിച്ചിരിക്കുന്നത്. കാലത്ത് പാൽക്കാരൻ മണി വരുന്നതിന് മുൻപ് തന്നെ പോയി എന്ന് നീ പറഞ്ഞപ്പോൾ തന്നെ കാര്യം എനിക്ക് മനസ്സിലായതാ. ഇന്നലെ ദേവേച്ചി പറഞ്ഞിരുന്നോ അതിന് സാധാരണ തരുന്നത് പോലെ അത്രയും പാല് വേണ്ട, കുറച്ച് പാല് മതി എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, പതിവില്ലാതെ ഊട്ടുപുര വരികയും എന്നെക്കൊണ്ട് നിർബന്ധിച്ച് എൻ്റെ കൈ കൊണ്ട് ചോറ് കഴിക്കുകയും പിന്നെ എന്നെ ആ കസേരയിലിരുത്തി എന്താ പറയുക അന്ന് ആസ്വദിച്ച് നോക്കി നിന്നിട്ടൊക്കെയാണ് ബാലേട്ടൻ ഇറങ്ങി യാത്ര പറഞ്ഞു പോയത്. അതൊക്കെ കൂടെ കൂട്ടി വായിച്ചപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാ, എല്ലാം മനഃപൂർവ്വം തന്നെയായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്തേ, എന്തോ ദൂരയാത്ര പോകണമെന്നല്ലേ പറഞ്ഞത്, നീ വേഗം ഫോൺ എടുത്തേ അഞ്ജു എന്ന് പറഞ്ഞു. അഞ്ജു വേഗം ചെന്ന് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആപ്പിൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.